ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം കുടുംബത്തോടും ബന്ധുക്കളോടുമുള്ള പ്രബോധനം. ബാറക്കല്ലാഹു ഫീക്കും. ഇത് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളയുടെ ലിഖാത്തുൽ ബാബൽ മഫ്തൂഹ് എന്ന ഗ്രന്ഥത്തിലെ വോളിയം 6 പേജ് 149 മുതൽ 151 വരെയുള്ള ഒരു ചോദ്യോത്തരത്തിലുള്ള ഒരു വന്ന വിഷയമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇതിൻ്റെ അറബി വാചകങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതേ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ഇതേ തലക്കെട്ടിൽ കൊടുത്ത ലിങ്ക് തുറന്നാൽ ഇൻഷാ അല്ലാഹ് അറബി വാചകം വായിക്കാവുന്നതാണ്. അപ്പോൾ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളയോട് ചോദിച്ചതാണ്, ദഅവത്ത് അഥവാ ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കൽ, പ്രബോധനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. ചോദ്യകർത്താവ് പറയാണ്, പ്രത്യേകിച്ച് ഒരാൾ മസ്ജിദിലെ ഇമാമായിരിക്കുകയോ കുറച്ചെങ്കിലും അറിവുള്ളവനായിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ. നിങ്ങൾക്കറിയുന്നത് പോലെ പുതിയ അയൽപ്പക്കങ്ങളിലും നഗരങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിലും ഒട്ടൊക്കെ ഉപേക്ഷിക്കപ്പെട്ട പ്രദേശങ്ങളിലുമൊക്കെ ചിലർ മസ്ജിദിലേക്ക് വരുന്നില്ലെന്ന് കാണാം. അവരിൽ ചിലർ സുന്നത്ത് കുറവുള്ളവരാണ്, ചിലർ നിസ്കാരത്തിൽ അലക്ഷ്യം കാണിക്കുന്നു, മറ്റു ചിലർ പല മതകാര്യങ്ങളിലും വീഴ്ച വരുത്തുന്നവരുമാണ്. ഇത്തരക്കാരുമായി എങ്ങനെ ഇടപെടണം? ഉദാഹരണത്തിന്, ഒരാളെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ പിതാവ് മസ്ജിദിൽ വരുന്നു, പക്ഷേ വളർന്ന മക്കൾ വരാത്തതായി കാണുന്നു. അല്ലെങ്കിൽ ബന്ധുക്കളുടെ അവകാശം നിലനിർത്തേണ്ടതിനാൽ ചില അവസരങ്ങളിൽ കൂടിക്കാഴ്ച നടത്തേണ്ട ബന്ധുക്കളുണ്ടാകും, എന്നാൽ അവരുടെ മക്കൾ മസ്ജിദിൽ വരാത്തവരായിരിക്കും. അങ്ങനെയായാൽ എങ്ങനെ പെരുമാറണം? ശാസിക്കുകയും കടുപ്പം കാണിക്കുകയും ചെയ്യണോ, അല്ലെങ്കിൽ സഹിഷ്ണുതയോടെയാണോ സമീപിക്കേണ്ടത്? ശരിയായ രീതി ഏത്? ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള മറുപടി പറയാണ്, അല്ലാഹു അസ്സ വജൽ പറഞ്ഞു, വ അൻസിർ അശീറത്തക്കൽ അഖറബീൻ, നിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് ചെയ്യുക. ഇത് 26-ാം അധ്യായം 214-ാം വചനാണ്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അഭിസംബോധന ചെയ്യുന്നത്. ബന്ധുക്കൾ 2 വിഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നു. ഒന്ന്, നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിലുള്ളവർ. നിങ്ങളുടെ ഭാര്യയും മക്കളും പോലുള്ളവർ. നിങ്ങൾക്ക് നേരിട്ടുള്ള അധികാരവും ഉത്തരവാദിത്വമുള്ളവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർ-റജുലു റാഇൻ ഫി അഹ്ലിഹി വഹുവ മസ്ഊലുൻ അൻ റഇയത്തിഹി. ഒരു പുരുഷൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഉത്തരവാദിത്തമുള്ളവനാണ്, അവരെക്കുറിച്ച് അവനോട് ചോദിക്കപ്പെടും. ഇത് സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. രണ്ടാമത്തേത്, അടുത്ത ബന്ധുക്കൾ പക്ഷേ നേരിട്ടുള്ള ഉത്തരവാദിത്തമില്ലാത്തവർ. അവരാണ് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മാതാപിതാക്കളുടെ സഹോദരീ സഹോദരന്മാരുടെ മകനും മകളും, അമ്മാവന്മാർ, അമ്മായിമാർ തുടങ്ങിയവർ. ആദ്യ വിഭാഗത്തോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം രണ്ടാമത്തെ വിഭാഗത്തേക്കാൾ കൂടുതലാണ്. രണ്ടാമത്തെ വിഭാഗക്കാർക്ക് അന്യരേക്കാൾ കൂടുതൽ അവകാശമുണ്ട്. അയൽപ്പക്കക്കാർക്ക് അയൽപ്പക്കരല്ലാത്തവരേക്കാൾ കൂടുതൽ അവകാശമുണ്ട്. അതിനാൽ ഓരോരുത്തരുടെയും അവകാശം നിങ്ങൾ നിർവഹിക്കണം. നിങ്ങളുടെ ദഅവത്ത് വിജ്ഞാനത്തോടെയും നല്ല ഉപദേശത്തോടെയും മികച്ച രീതിയിൽ തർക്കിച്ചുമായിരിക്കണം. അപ്പം നിങ്ങളോട് ആരെങ്കിലും എതിർക്കുന്നവരോട് മികച്ച രീതിയിൽ തർക്കിച്ചുമായിരിക്കണം. ചില സാഹചര്യങ്ങളിൽ കടുപ്പം ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പോൾ സൗമ്യത. ഏതാണ് കൂടുതൽ ഗുണകരം അതനുസരിച്ച് പ്രവർത്തിക്കണം. ഒരു വ്യക്തിക്ക് അവൻ്റെ കുടുംബത്തോടുള്ള ദഅവത്ത് അന്യരോടുള്ള ദഅവത്തിനെ പോലെ അല്ല എന്നത് വ്യക്തമാണ്. കുടുംബത്തോട് ചിലപ്പോൾ കടുപ്പം കാണിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുടെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു,
വദിരിബൂഹും അലൈഹാ ലിഅശ്രിൻ. 10 വയസ്സാകുമ്പോൾ അഥവാ നിസ്കാരം ഉപേക്ഷിച്ചാൽ അതിനായി ശിക്ഷിക്കൂ. ഇത് മുസ്നദ് അഹ്മദ് പോലത്തെ ഗ്രന്ഥങ്ങൾ വന്നതാണ്. ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാ സഹീഹ് എന്ന് സ്ഥിരീകരിച്ചതാണ്. എന്നാൽ മറ്റാളുകളോട് കടുപ്പം ഉപയോഗിക്കരുത്. പകരം സൗമ്യതയും ഇളവും ഉപയോഗിക്കുക. എത്രയോ ആളുകളെ സൗമ്യമായ ഒരു വാക്ക് സത്യത്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അവസാനമായി ബുദ്ധിമാനായ വ്യക്തി സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയാണ് സ്വീകരിക്കുക. എല്ലാവർക്കും ഒരേ രീതിയിൽ ബാധകമായ സ്ഥിര നിയമമൊന്നും ഇല്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇതാണ് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളയുടെ മറുപടി. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.